നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇടതു വലതു മുന്നണികൾ ഭരണം പിടിക്കാനും ഭരണം നിലനിർത്താനുമുള്ള പോരാട്ടത്തിലാണ്. എന്നാൽ ഇത്തവണ തങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ബി.ജെ.പി ദേശീയ അധ്യക്ഷനായി നിയമിതനായ നിതിൻ നബീനും കേരളത്തിൽ വന്ന് പറഞ്ഞത് കേരളത്തിൽ ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞത് 35 സീറ്റ് നേടിയാൽ തങ്ങൾ ഇത്തവണ കേരളം ഭരിക്കുമെന്നാണ്. അത് എങ്ങനെയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ മറ്റു പല സംസ്ഥാനത്തും ഞങ്ങൾ ഭരിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതേ രൂപത്തിൽ ഇത്തവണ 35 സീറ്റ് ഉണ്ടെങ്കിൽ കേരളവും ബി.ജെ.പി ഭരിക്കുമെന്നാണ്. എന്താണ് ബി.ജെ.പിയുടെ ഈ ശുഭാപ്തി വിശ്വാസത്തിന് പിന്നിൽ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ബി.ജെ.പിക്ക് ഇത്തവണ കേരളത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ബി.ജെ.പി കേരളത്തിൽ എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കുമോ? അതായത് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു കൊച്ചിയിൽ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തവണ ബി.ജെ.പി കേരളം ഭരിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ നേതാക്കന്മാരെല്ലാം പറയുന്നു ഇത്തവണ ബി.ജെ.പി വലിയ അത്ഭുതം സൃഷ്ടിക്കും. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സൂചന ലഭ്യമായിരിക്കുന്നു. നേമത്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോകുന്നു. മഞ്ചേശ്വരത്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുകയാണ്. ഇവിടെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശൂരിൽ പത്മജ വേണുഗോപാൽ, കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലെത്തിയ പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ പോകുന്നു. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ, ബി.ജെ.പിയുടെ ക്രൗഡ് പുള്ളർ വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അങ്ങനെ ചില പേരുകൾ ആണ് നമുക്ക് പറഞ്ഞു കേൾക്കുന്നത്. ബി.ജെ.പി തവണ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിക്കുമോ? ശരിക്കും അല്ല, കേരളത്തിൽ വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. കാരണം ഈ പറയുന്ന ബി.ജെ.പിക്കാർക്ക് പറയാം, അല്ലെങ്കിൽ ബി.ജെ.പി നേതാക്കൾ പറയും കേരളം ഭരിക്കും എന്ന് പറയാം. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനിയിപ്പോ ഏതെങ്കിലും 1-2 സീറ്റുകൾ കേരളത്തിൽ ഈ പറയുന്ന പോലെ ബി.ജെ.പി പിടിക്കണമെങ്കിൽ തന്നെ അവിടെ ഒരു CPM ബി.ജെ.പി അന്തർധാരയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലാതെ ഒരു തരത്തിലും ബി.ജെ.പിക്ക് നിലവിൽ വളർന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ ബി.ജെ.പി വളരാനുള്ള പ്രധാന കാരണമായതെന്ന് പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയപ്പോൾ അന്ന് വിശ്വാസി സമൂഹത്തിനൊപ്പം നിന്നതുകൊണ്ടാണ്. മറിച്ച് ഇപ്പൊ ഒരു ചോദ്യമുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു തണുപ്പൻ നിലപാട് എടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് ശരിയായ ഒരു ഉത്തരം പറയാൻ ബി.ജെ.പിക്ക് കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിഞ്ഞു. അതവർ ആദ്യം പറഞ്ഞിരുന്നതാണ്. അവർ 2 കോർപ്പറേഷനാണ് പറഞ്ഞിരുന്നത്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ താമര വിരിഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം എടുക്കുമ്പോഴും മറുവശത്ത് അവരുടെ വോട്ടിംഗ് നില അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവാണ് ഉണ്ടായത്, വർധനം ഉണ്ടായിട്ടില്ല. ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തു, പല പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും ഈ പറയുന്ന പോലെ കേരളത്തിൽ താമര വിരിയാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ പിന്നീട് താമര വിരിയാനുള്ള സാധ്യതകൾ ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും കേരളത്തിൽ താമര വിരിയില്ല. അത്തരം ഒരു സാഹചര്യമേ നിലവിൽ കേരളത്തിലില്ല. 35 സീറ്റുകളിലാണ് പ്രധാനമായും ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. തിരുവല്ലയിൽ അനൂപ് ആന്റണിയും പാലായിൽ ഷോൺ ജോർജിനെ പോലെയുള്ള ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ക്രൈസ്തവ വോട്ടുകൾ കൂടി ഏകീകരിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ബി.ജെ.പിക്കുള്ളത്. നേരത്തെ തൃശൂരിൽ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവ വോട്ടുകൾ അടക്കം പെട്ടിയിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ ക്രൈസ്തവ വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ചില സീറ്റുകളിൽ ജയിച്ചു കയറാൻ കഴിയും. മറ്റു ചില പേരുകൾ കേൾക്കുന്ന വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ പേര് കേൾക്കുന്നുണ്ട്, നടൻ കൃഷ്ണകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്തടക്കം കേൾക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസിന്റെ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്, നവ്യ ഹരിദാസിന്റെ പേര് കേൾക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല പേരുകളും പല ഇടങ്ങളിലായി കേൾക്കുന്നു. മലമ്പുഴയിൽ കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇടതു വലതു മുന്നണികളെ പരാജയപ്പെടുത്തി ബി.ജെ.പിക്ക് ജയിച്ചു കയറാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുള്ളത് ബി.ജെ.പിയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രസ്റ്റീജ് കേസാണ് ഇത്തവണ ഒരു 10 സീറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു കുറച്ച് സീറ്റുകളിൽ ജയിച്ചു കയറുക അല്ലെങ്കിൽ 2ാം സ്ഥാനത്തെത്തുക എന്നത്. കാരണം കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. ഒ രാജഗോപാലിന്റെ നേമത്തെ 2016 ജയം മാത്രമാണ് ഒരു മാറ്റിവെക്കാനുള്ള ഒരു കാര്യം. പക്ഷേ ഒ രാജഗോപാൽ ജയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒരു ഘടകമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമുണ്ട്. ദേശീയ നേതൃത്വത്തെ ബോധിപ്പിക്കാൻ ഒരു 5 സീറ്റുകളിൽ ജയിച്ചാൽ തങ്ങൾക്ക് കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കണക്കുകൂട്ടുന്നത്. അതിനുവേണ്ടിയുള്ള പ്ലാനാണ് അദ്ദേഹം ഒരുക്കി വെക്കുന്നത്. ആ പ്ലാൻ ഒരുക്കി വെക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ചില ടീമിനെ, ഈ അനൂപ് ആന്റണിയും അതോടൊപ്പം തന്നെ ഷോൺ ജോർജുമെല്ലാം ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിലുള്ള ആളുകളാണ്. ഷോൺ ജോർജ് പാലയിലും അനൂപ് ആന്റണി തിരുവല്ലയിലും മത്സരിക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ അവർക്ക് അനുകൂലമാക്കി മാറ്റുകയും തിരുവല്ലയിൽ അനൂപ് ആന്റണിയെയും
പാലായിൽ ഷോണിനെയും ജയിപ്പിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് BJP ക്യാമ്പിനുള്ളത്. അതോടൊപ്പം തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. രാജഗോപാൽ ജയിച്ച 2021 BJPക്ക് നഷ്ടമായ ശിവൻകുട്ടി ജയിച്ച നേമം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും നേമത്തിനൊപ്പം കഴക്കൂട്ടവും BJP പ്രതീക്ഷ വച്ച് വലർത്തുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ ചിറയൻകീഴിൽ ഒരു നല്ല സ്ഥാനാർത്ഥി വന്നാൽ ചിറയൻകീഴ് തവണ ജയിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ആറ്റിങ്ങലിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന BJP നേതൃത്വം പറയുന്നു. മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടും കായംകുളത്തും അമ്പലപ്പുഴയിലും മാവേലിക്കരയിലും അടക്കം വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് BJP ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും നമുക്കറിയാം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രസ്റ്റീജ് മത്സരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ദക്ഷിണേന്ത്യയിൽ കർണാടക ഒഴിച്ച് ബാക്കിയൊരു സംസ്ഥാനത്തേക്കും അവർക്ക് ഒരു കടന്നുകയറ്റത്തിന് കഴിഞ്ഞിട്ടില്ല. അതിന് ഒരു മറുമരുന്നിടാൻ രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിന് കഴിയും. അതായത് പണം ഇറക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തുക എന്ന് പറയുന്നു. പക്ഷെ പണം എപ്പോഴും വോട്ടാകണം എന്നില്ലല്ലോ. കാര്യം ഈ പറയുന്ന തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നന്നായി പണം എറിഞ്ഞു. എന്നിട്ട് അത് വോട്ടാക്കാനോ അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പരിധിവരെ വോട്ടാക്കാൻ കഴിഞ്ഞു. അത് എപ്പോഴും സ്വാധീനിക്കണം. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്ത അതാ ഞാൻ പറഞ്ഞ പൂർണ്ണമായി വോട്ടാക്കാൻ കഴിഞ്ഞില്ല, കുറെ സ്വാധീനിക്കാൻ കഴിയുന്ന ആ നേമത്താണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോകുന്നത്. BJPയുടെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം, ജയിക്കാൻ കഴിയുമെന്ന അവർ വിചാരിക്കുന്ന മണ്ഡലമാണ്. ഒരുപക്ഷെ നേമത്ത് അവർ വിജയിച്ചാൽ പോലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. നേമത്തിന്റെ ഒരു ചിത്രം അങ്ങനെയാണ്. പക്ഷേ എന്തായിരിക്കും രാഷ്ട്രീയ കേരളം കാത്തുവെച്ച സസ്പെൻസ്? ഒരു ത്രില്ലർ സിനിമ പോലെ, ആ ത്രില്ലർ സിനിമയുടെ ഒരു ക്ലൈമാക്സ് പോലെ ആയിരിക്കുമോ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉണ്ടാവുക എന്നതാ. പക്ഷേ BJPയുടെ ഒരു വളർച്ച നമുക്ക് അറിയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു, എറണാകുളം നഗരഹൃദയത്തിലുള്ള തൃപ്പൂണിത്തുറ നഗരസഭ പിടിക്കുന്നു, പാലക്കാട് അവർ നിലനിർത്തുന്നു, പന്തളം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം ഇടതു വലത് മുന്നണികൾക്ക് ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഇടതു വലത് മുന്നണിക്ക് മാത്രമല്ല കേരളത്തിന്റെ മതേതരത്വം നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്കടക്കം ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇടതു വലത് മുന്നണികളുടെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കറുത്ത കുതിരയായി മാറുമോ? BJPക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നെല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ കേരളത്തിൽ BJP ഒരു കറുത്ത കുതിരയായി മാറിയാൽ അത് ഇടതു വലത് മുന്നണികൾക്കുണ്ടാകുന്ന തലവേദന വലുതായിരിക്കും. കാരണം വലിയ തിരിച്ചടിയായിരിക്കും. നേരത്തെ BJPക്ക് ബാലികേറാ മലയായിരുന്ന പല സംസ്ഥാനങ്ങളും അവർ ഇത്തരത്തിലാണ് ഭരണം പിടിച്ചത്. അതുകൊണ്ട് തന്നെ മതേതര കേരളം ഏത് രൂപത്തിൽ BJPയെ സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ.